നമസ്കാരം. വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം. നാട്ടിൻപുറത്ത് ഒരു ചൊല്ലുണ്ട്, ജീവിക്കാൻ ഒരു മാർഗവും ഇല്ലെങ്കിൽ, പണം ഉണ്ടാക്കാൻ ഒരു മാർഗവും ഇല്ലെങ്കിൽ കട്ടപ്പാരയായിട്ട് കക്കാനിറങ്ങുക, മോഷ്ടിക്കാനിറങ്ങുക. കട്ടപ്പാരയായിട്ട് രാത്രിയിൽ ഓരോ വീട്ടിൽ ചെന്ന് കഥ കുത്തിപ്പൊളിച്ച് അകത്ത് കയറി മോഷ്ടിക്കുക. എതിർക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ആ കട്ടപ്പാര കൊണ്ട് തന്നെ അടിച്ച് നിരത്തിട്ടിട്ട് മോട്ടിച്ചുകൊണ്ട് പോവുക. സ്വർണവും കാശും ഒക്കെ കയ്യിൽ കിട്ടുന്നത് എന്തോ മോട്ടിച്ചുകൊണ്ട് പോവുക. ഏതാണ്ട് ഇതാണ് ലളിതമായിട്ട് പറഞ്ഞാൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചെയ്യുന്നത്. അമേരിക്കയുടെ കടം 38.58 ട്രില്യൺ ഡോളറാണ്. അത് രൂപയിലിട്ട് കണക്കാക്കുമ്പോൾ ഏകദേശം 3477 ലക്ഷം കോടി രൂപ. അതാണ് അമേരിക്കയുടെ കടം. ഈ കടം കൂടുന്നതല്ലാതെ കുറയാൻ യാതൊരു സാധ്യതയും കാണുന്നില്ല. അവരുടെ ഡെപ്റ്റ് ടു GDP റേഷ്യോ 120%. 90 പാടുള്ളൂ പരമാവധി. പക്ഷെ എന്തൊക്കെ വിചാരിച്ചിട്ടും സംഭവമൊന്നും ഈ തോണി കരയിൽ അടുക്കാനുള്ള യാതൊരു സാധ്യതയുമില്ല. അതായത് ഈ അമേരിക്കയുടെ മാത്രമല്ല, ലോകത്തിൻ്റെ മൊത്തം രാജ്യങ്ങളുടെയും കടം 38,000 ലക്ഷം കോടി രൂപയാണ്. ഇതും തീർക്കാൻ ആർക്കും അറിയില്ല, എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് അവസാനം കണ്ടുപിടിച്ചു ഒരു മാർഗം: മറ്റ് രാജ്യങ്ങളെ കൊള്ളയടിക്കുക. അതിപ്പോൾ നേരെ ചെന്ന് ആക്രമിച്ച് കീഴടക്കി ചെയ്യുന്ന പരിപാടി ഇതുവരെ തുടങ്ങിയിട്ടില്ല. അതും താമസിയാതെ തുടങ്ങും. ഓക്കെ, ഇപ്പോൾ ചെയ്തേക്കുന്നത് നിങ്ങൾക്കറിയാം. വെനിസ്വേലയിൽ അവിടുത്തെ പ്രസിഡന്റിനെ തട്ടിക്കൊണ്ടുപോയി അറസ്റ്റ് ചെയ്ത് അങ്ങനെ സംഭവം. ഇതിന് കാരണം പറയുന്നത് ഇതാണ്: വെനിസ്വേലയിലെ പ്രസിഡന്റ് മയക്കുമരുന്ന് കച്ചവടം ചെയ്യുന്നു, മയക്കുമരുന്ന് കയറ്റുമതി ചെയ്ത് പണം ഉണ്ടാക്കുന്നു. ഇതാണ് പറയുന്ന കാരണം. പക്ഷേ യഥാർത്ഥ ലക്ഷ്യം എല്ലാവർക്കും അറിയാം. വെനിസ്വേലയിലെ ക്രൂഡ് ഓയിലാണ്. ക്രൂഡ് ഓയിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഡീസലും പെട്രോളും ഒക്കെ ആയിട്ട് കൺവേർട്ട് ചെയ്ത് അതിനു വേണ്ടിയാണ് ഈ ക്രൂഡ് ഓയിൽ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് വളരെയധികം ഉള്ള രാജ്യമാണ് വെനിസ്വേല. ഓക്കെ, പക്ഷെ അവിടെ ആ രാജ്യത്തിന് കാര്യമായ സൈനിക ശക്തിയില്ല. ദുർബലമായ ഒരു രാജ്യമാണ്. എല്ലാ തരത്തിലും സമ്പൂർണ്ണമായും തകർന്ന രാജ്യമാണ്. ഓക്കെ, അപ്പോൾ ഡൊണാൾഡ് ട്രംപ് വെനിസ്വേലയിലെ ക്രൂഡ് ഓയിൽ ലക്ഷ്യമിട്ടുകൊണ്ട് പറയുന്ന കാരണമൊക്കെ വേറെയാണ്. എന്നാലും യഥാർത്ഥത്തിൽ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഇതാണ്: ക്രൂഡ് ഓയിൽ സ്വന്തമാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ചെന്ന് ക്രൂഡ് ഓയിൽ കുഴിച്ചെടുത്ത് കൊണ്ടുപോവുകയല്ല ചെയ്യുന്നത്. മറിച്ച് വെനിസ്വേലയിൽ ഏതെങ്കിലും ഒരു വിമത നേതാവിനെ അവിടെ ഭരണത്തിൽ ഏൽപ്പിക്കുക. അതായത് അമേരിക്ക പറയുന്ന എന്തും ചെയ്യാൻ തയ്യാറുള്ള ഒരു വിമത നേതാവിനെ വെനിസ്വേലയിൽ അധികാരത്തിൽ കയറ്റിയിട്ട് അവിടുന്ന് അയാളുടെ സഹായത്തോടുകൂടി എല്ലാ തരത്തിലുള്ള സമ്പത്തും വെനിസ്വേലയിലെ എല്ലാ തരത്തിലുള്ള സമ്പത്തും കൊള്ളയടിക്കുക, മോഷ്ടിക്കുക, കക്കുക. അതായത് കട്ടപ്പാരയായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ്. അതാണ് യഥാർത്ഥത്തിൽ ലളിതമായിട്ട് നമ്മുടെ നാടൻ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഇപ്പോൾ ലോകത്തെ ഏറ്റവും വലിയ സംഭവം. ഇത് ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ല അമേരിക്ക. മറിച്ച് ഇതിനു മുമ്പും ഓരോ രാജ്യത്ത് കയറുക, ഓരോ കാരണം പറഞ്ഞുകൊണ്ടായിരിക്കും ഓരോ രാജ്യത്ത് കയറുന്നത്. പക്ഷെ ചെയ്യുന്നത് ലക്ഷ്യം ഇതാണ്: ക്രൂഡ് ഓയിലും സ്വർണവും. സ്വർണം എന്ന് പറയുമ്പോൾ ഓരോ രാജ്യത്തെ ജ്വല്ലറിയിൽ മോഷ്ടിക്കുക എന്നുള്ളതല്ല, മറിച്ച് ഓരോ രാജ്യത്തും, ഇന്ത്യ ഉൾപ്പെടെയുള്ള എല്ലാ രാജ്യത്തും സ്വർണ്ണ നിക്ഷേപമുണ്ട്. കരുതൽ ധനം എന്നുള്ള രീതിയിൽ എല്ലാ രാജ്യത്തും സ്വർണം മിനിമം ഉണ്ട്. പിന്നെ ക്രൂഡ് ഓയിലും. ഇതൊക്കെയാണ് ഏറ്റവും കൂടുതൽ മൂല്യമുള്ള ലോകത്തിലെ ഉൽപ്പന്നങ്ങൾ. അപ്പോൾ ഇതിനു മുമ്പ്
അഫ്ഗാനിസ്ഥാനിൽ ഇവർ കയറി. അവിടെയും ചെയ്ത ഇതാണ്, ഒരു വിമത നേതാവിനെ അധികാരത്തിലേക്ക് എത്തിയിട്ട് അയാളുടെ സഹായത്തോടു കൂടി ഒഫീഷ്യലായിട്ട് മോഷ്ടിക്കുക. നമ്മുടെ നാട്ടിൻപുറത്ത് കള്ളന്മാർ കട്ടപ്പാരായിട്ട് ഇറങ്ങും. ഇവിടെ ഒഫീഷ്യലായിട്ട് അമേരിക്കൻ പ്രസിഡന്റ് കടം തീർക്കാൻ വേറെ മാർഗമൊന്നുമില്ല, ഒരു മാർഗവുമില്ല, ലീഗലായിട്ടുള്ള ഒരു മാർഗവുമില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഈ സിസ്റ്റം തകർന്നു സമ്പൂർണ്ണമായി. അതായത് ഈ പണം അടിസ്ഥാനമാക്കിയുള്ള സിസ്റ്റം 100% അശാസ്ത്രീയമാണ്. അത് തകരുമെന്ന് ഞാൻ ഏതാണ്ട് 10-20 കൊല്ലം മുമ്പ് തന്നെ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞിരുന്നു. അത് സംഭവിച്ചു കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് അമേരിക്കയിലും സ്വാഭാവികമായിട്ടും കടം ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. അതായത് GDP കൂടുന്നതിനേക്കാൾ സ്പീഡിൽ കടം കൂടിക്കൊണ്ടിരിക്കുകയാണ് ഓരോ സെക്കൻഡിൽ. ഓക്കെ, അതൊക്കെ നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്യുകയാണെങ്കിൽ ലൈവായിട്ട് കാണാൻ പറ്റും. പക്ഷെ അതൊന്നും മലയാളികൾക്ക് താല്പര്യമില്ലാത്ത വിഷയമാണ്. ഈ വീഡിയോ തന്നെ ഏറിപ്പോയാൽ ഒരു 1000 പേര് പോലും കാണുമെന്നുള്ള പ്രതീക്ഷയൊന്നുമില്ല. എങ്കിലും ഒരു വഴിപാട് പോലെ ഞാൻ ചെയ്യുകയാണ്. ഇതിനു മുമ്പ് ഇവർ അഫ്ഗാനിസ്ഥാനിൽ കയറി, അതുപോലെ ഇറാഖിൽ അവിടെ രാസായുധമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കയറി. യഥാർത്ഥ ഉദ്ദേശം ഇതാണ്, ക്രൂഡ് ഓയിൽ, സ്വർണം, ഗവൺമെൻറ്റിൻ്റെ കരുതൽ സ്വർണം. ആയിട്ട് സദാം ഹുസൈനെ കൊന്നു. അവിടെ ഒന്നും ഒരു രാസായുധവും കണ്ടെത്താനായില്ല. പക്ഷേ അതൊന്നും ആരും ചർച്ച ചെയ്യുന്നില്ല. മലയാളികൾ ഇതൊന്നും അറിയ പോലും ചെയ്യുന്നില്ല. മലയാളികൾക്ക് വേറെ പണിയുണ്ടെന്നാണ് പറയുന്നത്. എന്തോ പണി? കടമെടുക്കുക, തിരിച്ചടയ്ക്കാൻ മാർഗമില്ല. ഇതാണ് കേരളത്തിലെ അവസ്ഥ. അതായത് കേരളത്തിലെ 90% പേരും കടക്കെണിയിലായി കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ കടമെടുക്കുക. നമ്മുടെ ഗവൺമെൻറ് അത് തന്നെ ചെയ്യുന്നത്. പിണറായി ഗവൺമെൻറ് അത് തന്നെയാണ് ചെയ്യുന്നത്, കടമെടുക്കുക. ആകെ അറിയാവുന്ന ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ ഇതാണ്: കടമെടുക്കുക, അടിച്ചു പൊളിക്കുക, കടക്കെണിയിലാവുക. അങ്ങനെയുള്ള കലാപരിപാടിയാണ്. ഇപ്പോൾ ജനുവരി, ഫെബ്രുവരി, മാർച്ച് ഈ 3 മാസത്തേക്ക് കേരള ഗവൺമെൻറ്റിന് വേണ്ടുന്ന ചെലവിനങ്ങൾക്ക് വേണ്ടുന്ന തുകയെന്ന് പറയുന്നത് 38,000 കോടി രൂപയോളമാണ്. ഈ 3 മാസം കൊണ്ട് ഇവർക്ക് 18,000 കോടി പോലും വരുമാനം ഉണ്ടാക്കാൻ പറ്റില്ല. ഒന്നാമത് കേന്ദ്ര ഗവൺമെൻറ് തടയിട്ടേക്കാണ് കൂടുതൽ കടമെടുക്കരുതെന്ന് പറഞ്ഞു. അതിനൊക്കെ ഇവിടുത്തെ ഭരണാധികാരികൾ, ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർ പറയുന്നത് ഗവൺമെൻറ് മനഃപൂർവ്വം കേരള ഗവൺമെൻറ്റിനെ കഷ്ടപ്പെടുത്തുകയാണ്, കടമെടുക്കാൻ സമ്മതിക്കുന്നില്ല. ഓക്കെ, പക്ഷേ കടമെടുക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. അതുകൊണ്ടാണ് കേന്ദ്ര ഗവൺമെൻറ് അങ്ങനൊരു നിബന്ധന വെച്ചേക്കുന്നത്. ഇത്ര കോടി രൂപയിൽ കൂടുതൽ കടമെടുക്കാൻ പാടില്ല ഒരു വർഷം എന്നൊക്കെ. അപ്പോൾ അത് രാഷ്ട്രീയവൽക്കരിച്ച് അങ്ങ് പറയുകയാണ്. കേന്ദ്ര ഗവൺമെൻറ് കടം എടുക്കാൻ സമ്മതിക്കുന്നില്ല. അതുപോലെ തന്നെ അർഹതപ്പെട്ട രൂപ കേന്ദ്രത്തിൽ നിന്ന് നികുതി വിഹിതമായിട്ട് കിട്ടേണ്ടത് തരുന്നില്ല എന്നൊക്കെയാണ്. അതിനൊക്കെ ഓരോ ന്യായങ്ങൾ കേന്ദ്ര ഗവൺമെൻറ് പറയുന്നുമുണ്ട്. പക്ഷേ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് ഭരണാധികാരികൾ പറയുന്നത് കടമെടുക്കാൻ സമ്മതിക്കുന്നില്ല, കിട്ടേണ്ട തുക തരുന്നില്ല എന്നൊക്കെയാണ്. സംഭവം എന്തുവാണ്? ഇതിനെല്ലാം ബേസിക് ആയിട്ടുള്ള കാര്യം എന്തുവാണ്? ഈ സിസ്റ്റം അശാസ്ത്രീയമാണ്. ഏതാണ്ട് 20 കൊല്ലം മുമ്പ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അത് തകരുമെന്ന് 20 കൊല്ലം മുമ്പ് ഞാൻ പറഞ്ഞു, ഏകദേശം 20 കൊല്ലം മുമ്പ് പറഞ്ഞു. അതുപോലെ 100% ശരിയായി ഇപ്പോൾ സംഭവിച്ചിരിക്കുകയാണ്. അപ്പോൾ വെനിസ്വേല മാത്രമല്ല, മറ്റ് പല രാജ്യങ്ങളിലും, ഏതാണ്ട് 30ഓളം രാജ്യങ്ങളിലധികം സാമ്പത്തിക നില എല്ലാ രാജ്യത്തും, ഇൻക്ലൂഡിങ് അമേരിക്ക, സംഭവം തകർന്നിരിക്കുകയാണ്. സമ്പദ് വ്യവസ്ഥ സമ്പൂർണ്ണമായിട്ടും തകർന്നു. അതായത് ഈ കറൻസി ബേസ്ഡ് സിസ്റ്റം സമ്പൂർണ്ണമായും തകർന്നു. കാരണം അത് അശാസ്ത്രീയമാണ്. ഇതിനൊരു പരിഹാര മാർഗം ആർക്കും അറിയില്ല, ഒരാൾക്കും അറിയില്ല.
അപ്പോൾ നമ്മുടെ ഡൊണാൾഡ് ട്രംപിൻ്റെ പരിപാടി എന്തുവാണ്? അമേരിക്ക ഗ്രേറ്റാക്കാൻ, വീണ്ടും ഗ്രേറ്റാക്കാൻ, മഹത്തായ രാജ്യമാക്കാൻ അദ്ദേഹം കണ്ടിരിക്കുന്ന മാർഗം എന്താണ്? ഓരോ രാജ്യത്ത് കയറുക, കൊള്ളയടിക്കുക. അത് അന്ന് 20 കൊല്ലം മുമ്പ് ഞാൻ പറഞ്ഞ ഒരു ഉപമയുണ്ട്. അതായത് നാട്ടും പുറത്തെ ഒരു ഗൂണ്ട സാമ്പത്തികമായിട്ട് സമ്പൂർണ്ണമായിട്ട് തകരുമ്പോൾ അവനാകെ ഉള്ളത് ശാരീരിക ശക്തിയും വിവരക്കേടുമാണ്. അവൻ ഓരോരുത്തരെ ആക്രമിച്ച് സമ്പത്തും മറ്റും, സമ്പത്ത് തന്നെ പല രൂപത്തിലുണ്ടല്ലോ, അത് തട്ടിപ്പറിക്കുക, മോഷ്ടിക്കുക, കൈവെക്കുകൊണ്ട് മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് പണവും മറ്റ് സമ്പത്തും കവർന്നെടുക്കുക. ഇതാണ് നാട്ടിൻ പുറത്തെ ഒരു ഗൂണ്ട സാധാരണ ചെയ്യുന്നത്. അവന് പണം ആവശ്യമായിട്ട് വരുമ്പോൾ ഏതാണ്ട് അത് തന്നെയാണ് അമേരിക്കൻ ഗവൺമെൻറ്റിൻ്റെ ഇന്നത്തെ അവസ്ഥ. കാരണം അവരുടെ കയ്യിൽ ആയുധമുണ്ട്. അന്ന് ഞാൻ പറഞ്ഞ മെയിൻ പോയിന്റ് ഇതാണ്. അമേരിക്ക തകർന്നു കഴിയുമ്പോൾ പിന്നെ അവർക്ക് ആകെ ചെയ്യാൻ പറ്റുന്നത്, അതായത് ഇപ്പോൾ ചെയ്യാൻ പറ്റുന്നത് ഇതാണ്. ആയുധമുണ്ട് അവരുടെ കയ്യിൽ. ലോകത്തേക്ക് ഏറ്റവും കൂടുതൽ ആയുധമുള്ളത് അമേരിക്കക്കാണ്. എല്ലാ തരത്തിലും ശക്തമായ സൈന്യമുള്ളത് അമേരിക്കക്കാണ്. അപ്പോൾ ആ ആയുധങ്ങളും സൈന്യവും കൊണ്ട് ഓരോ രാജ്യത്തും കയറുക, കൊള്ളയടിക്കുക, തോന്നിയതൊക്കെ ചെയ്യുക. അങ്ങനെ കടം തീർക്കാനാണ് ഇവരുടെ പരിപാടി. അപ്പോൾ ലോകത്ത് ഇതുവരെ നമ്മുടെ അമേരിക്ക കയറി പണിഞ്ഞിട്ടുള്ള, അതായത് മോഷ്ടിക്കാൻ കയറിയ രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ അഫ്ഗാനിസ്ഥാൻ, ഇറാഖ്, ലിബിയ തുടങ്ങിയ രാജ്യങ്ങളാണ്. അതിപ്പോൾ വെനിസ്വേലയിൽ കയറിയിട്ടുണ്ട്. ഗ്രീൻലാൻഡിന് നോട്ടം ഇട്ടിട്ടുണ്ട്. ഇറാനിൽ വളരെ അധികം അനുകൂലമായ സാഹചര്യമാണ് ഒരു സൈനിക പ്രക്രിയ അവിടെ നടത്താൻ. അവിടെയും ക്രൂഡ് ഓയിലുണ്ട്, ഗവൺമെൻറ്റിൻ്റെ കരുതൽ സ്വർണ്ണമുണ്ട്. ഇത് കൂടാതെ ഒരുപാട് രാജ്യങ്ങൾ ലോകത്തുണ്ട്. റഷ്യ, ഇന്ത്യ, ചൈന, ഇങ്ങനെ ഒരുപാട് രാജ്യങ്ങളുണ്ട്. എത്രയോ 194 രാജ്യങ്ങളോ മറ്റൊക്കെ ഉണ്ട്. അപ്പോൾ ഓരോ രാജ്യങ്ങളിൽ കയറി കൊള്ളയടിക്കുക. ഓക്കെ, നമ്മൾ മലയാളികൾ ഇതൊന്നും അറിയേണ്ട കാര്യമില്ല. കാരണം നമ്മൾ രാഷ്ട്രീയ പ്രബുദ്ധരാണല്ലോ, അതുകൊണ്ട് ഇതൊന്നും അറിയേണ്ട കാര്യമില്ല. നമ്മുടെ സുരാജ് വെഞ്ഞാറമ്മോട് പറഞ്ഞ പോലെ ഒരു സിനിമയിൽ പറഞ്ഞ കണക്ക്, നീ എന്തിനാണ് എപ്പോഴും അമേരിക്കയിൽ പോകുന്നത്? നീ ഇവിടെ നില്ലടാ എന്ന് പറഞ്ഞാൽ, ഇവിടെ എന്ന് പറഞ്ഞാൽ ഈ പൊട്ടക്കിണറ്റിൽ നിൽക്കുക. നമ്മൾ പൊട്ടക്കിണറ്റിലെ തവളകളായിട്ട് എന്നും തുടരുക. അമേരിക്കയുടെ കാര്യമൊന്നും പറയരുത്. അത് നമുക്ക് അറിയേണ്ട കാര്യമില്ല. കാര്യം അമേരിക്കയിൽ ദാരിദ്ര്യമാണെങ്കിൽ നമുക്കെന്തോ പ്രശ്നം? ഒരു പ്രശ്നമില്ലെന്ന മലയാളികളുടെ ഭാഷ്യം. അതൊന്നും നമുക്ക് അറിയേണ്ട കാര്യമില്ല. പക്ഷെ ഓർത്തോളൂ, വെനിസ്വേലയോളം ദുർബലമായ രാജ്യമല്ല ഇന്ത്യ, ശരി. പക്ഷേ അമേരിക്ക പട്ടിണി കിടക്കാനൊന്നും തയ്യാറില്ല. നാട്ടുംപുറത്തെ ഒരു ഗൂണ്ടയെ പോലെ അമേരിക്ക ഓരോ രാജ്യങ്ങൾ കൊള്ളയടിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ദുർബലമായ രാജ്യങ്ങളെയൊക്കെ ആക്രമിക്കും. ഇപ്പോൾ വെനിസ്വേലയിൽ കയറി അറ്റ് പ്രസൻറ്റ്, ഇനിയിപ്പോൾ ഗ്രീൻലാൻഡിൽ കയറാൻ പോകുന്നു. കൂടാതെ ഇറാനിലും കയറും. ഇതൊക്കെ കഴിയുമ്പോഴോ, ഇത് കഴിഞ്ഞിട്ടും അമേരിക്കയുടെ കടം തീരുന്നില്ലെങ്കിലോ ഒരു സംശയമില്ല, മറ്റ് രാജ്യങ്ങളിലോട്ട് കയറും. റഷ്യ, ഇന്ത്യ, ചൈന തുടങ്ങിയ രാജ്യങ്ങളൊക്കെ ലോകരാജ്യങ്ങളിൽ ഉൾപ്പെടും. ഈ ഭൂമിയിൽ തന്നെ ആണല്ലോ. അപ്പോൾ ഭൂമിയിൽ തന്നെ ആണെങ്കിൽ നമ്മുടെ ഡൊണാൾഡ് ട്രംപിൻ്റെ സൈന്യത്തെ ഏത് നിമിഷവും ഏത് രാജ്യത്തിനും ഏത് സമയത്തും പ്രതീക്ഷിക്കാം.
അതുപോലെ തന്നെ മറ്റൊരു സംഭവമുണ്ട്. അമേരിക്ക മാത്രമല്ല സാമ്പത്തികമായിട്ട് തകർന്നിരിക്കുന്നത്, മറ്റ് രാജ്യങ്ങളും തകർന്നിരിക്കുകയാണ്. റഷ്യക്കും തുടങ്ങാം ഇതുപോലത്തുള്ള പരിപാടികൾ. ഓരോ രാജ്യങ്ങളിൽ കയറുക, കൊള്ളയടിക്കുക. റഷ്യയും ഈ പറഞ്ഞ സാമ്പത്തികമായിട്ട് തകർന്നിരിക്കുന്ന ഒരു രാജ്യമാണ്. ചൈനയെക്കുറിച്ച് എല്ലാവരും വിചാരിക്കുന്നത് വലിയ സാമ്പത്തികമായിട്ട് ഉന്നതിയിലുള്ള രാജ്യമെന്നാണ്. പക്ഷേ ചൈനയിലെ ഡെപ്റ്റ് ടു GDP റേഷ്യോ 100% കടന്നു. 90% പാടുള്ളൂ. കുറച്ച് കാലം മുമ്പ് വരെയും അത് 90% താഴെയായിരുന്നു. പക്ഷേ ഇത് ഇപ്പോൾ 105% ചൈനയുടെ ഡെപ്റ്റ് ടു GDP റേഷ്യോ. അപ്പോൾ ആ രാജ്യത്തിനും ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാവുന്നേ ഉള്ളൂ. ഓരോ രാജ്യങ്ങൾ കയറുക, കൊള്ളയടിക്കുക. അപ്പോൾ ഇന്ത്യയിൽ കയറുമോ അമേരിക്ക, ഡൊണാൾഡ് ട്രംപ്? ഉടനെയൊന്നുമില്ല, എങ്കിലും നമ്മൾ പ്രതീക്ഷിച്ചാണ് അത്. പിന്നെ മലയാളികൾക്ക് ഇതൊന്നും അറിയണമെന്നില്ല. അവരൊക്കെ വലിയ നിയോഗമുള്ള ആൾക്കാരാണല്ലോ, രാഷ്ട്രീയ പ്രബുദ്ധരായിട്ടുള്ള ആൾക്കാർ. പക്ഷേ പ്രശ്നം ഉണ്ട്. അതായത് പിണറായി വിജയൻ ഗവൺമെൻറ്റിന് ശമ്പളം കൊടുക്കാൻ കാശില്ലെന്ന് അവർ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഈ മാസങ്ങളിൽ ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിൽ ഏതെങ്കിലും ഒരു മാസം ഏറ്റവും കുറഞ്ഞത് ശമ്പളം കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണെന്നാണ് പിണറായി വിജയൻ പറഞ്ഞേക്കുന്നത്. എനിക്കറിയത്തില്ല കേട്ടോ. എന്തായാലും സംഭവം താൽക്കാലികമായിട്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കാരണം ഇതിനകം തന്നെ നിങ്ങൾക്ക് കാര്യമായ ബോറിങ് വന്നു കാണും. പക്ഷെ ഒരു കാര്യമുണ്ട്, അടിയും കൊണ്ട് പുളിയും കുടിച്ച് പണം ഒടുക്കിയതിന് ശേഷം നമുക്ക് കറൻസി രഹിത വ്യവസ്ഥ പഠിക്കേണ്ടി വരും. ഓക്കെ, തൽക്കാലം ഇത്രേ പറയുന്നുള്ളൂ. നമസ്കാരം, ശുഭദിനം.